അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ വിഷമകഥകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും വഴക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എത്ര ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഈ അടുത്ത കാലത്തായിട്ട് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സെർച്ച് എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യേണ്ട അതിന് മുമ്പ് തന്നെ നമ്മൾ ഫോണിൽ കൂടെ ആരോടെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ച്, അല്ലെ ഫോണിൽ കൂടെ പോലും സംസാരിക്കേണ്ട, ഒരു ഫോണിൻ്റെ അടുത്തിരുന്ന് നമ്മളൊരു ഇന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് എവിടെയെങ്കിലും അറിയാവോ, അല്ലെ ആ ഒരു വിഷയം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ സംസാരിച്ചാൽ അത് കഴിഞ്ഞ് ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കാണുന്നത് അന്നേരം നമ്മൾ സംസാരിച്ച വിഷയം നേരെ അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടോയെന്നറിയില്ല. കാരണം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രോബ്ലംസും പ്രശ്നങ്ങളും വഴക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നാട്ടിലെ മോശം കാര്യങ്ങളും കേൾക്കാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുപോലത്തെ വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കും. അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ വിഷമകഥകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും വഴക്കും എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ അതെല്ലാം കൂടുതൽ കേൾക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മുഴുവൻ അത് തന്നെയായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അതങ്ങനെയാണ് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ എപ്പോഴും പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം അതുപോലത്തെ ഇൻഫർമേഷനാണ് നമുക്ക് ആവശ്യം. നമ്മൾ സെർച്ച് ചെയ്യുന്നത് നമ്മുടെ മൈൻഡ് അതാണ് തേടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സാധനത്തെ തിരിച്ചും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവിടെ മുമ്പിൽ പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന എപ്പോഴും അങ്ങനത്തെ വാർത്തകളുമായിരിക്കും. ഇത് വളരെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരാളോട് ഡിസ്കസ് ചെയ്യുന്ന സാധനം എന്താണോ അവിടെ ഇതാ വന്നു കഴിഞ്ഞു, അത് പോപ്പപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞു. ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കേട്ട് ഹാപ്പിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക, ഹാപ്പിയായിട്ട് സംസാരിക്കുക, ഹാപ്പിനെസ് ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക. അതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈനലി നമ്മുടെ അടുത്ത് അതുപോലത്തെ വാർത്തകളായിരിക്കും കൂടുതലും നമുക്ക് കിട്ടാൻ പോകുന്നത്.